ഹായ് അസ്സലാമു അലൈക്കും. ഹിബാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നല്ല സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേ കണക്ക് ഇഷ്ടമാകുന്ന, നമ്മൾ ഗസ്റ്റൊക്കെ വീട്ടിൽ വന്ന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിലേക്ക് 1.5 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വറുത്ത് കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 2 നേന്ത്രപ്പഴം 4ആയിട്ട് കീറി ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതും കൂടെ നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ഒരു ഗോൾഡൻ നിറമാവുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതേ പാനിലേക്ക് 1 സ്പൂൺ നെയ്യൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് 1 കപ്പ് റവ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ 1 സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1.25 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്ത് റവ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. റവ നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1.5 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുത്ത് ഒരു 1/4 സ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. പാലൊന്ന് ചൂടായി വരുമ്പോൾ 1 സ്പൂൺ കോൺഫ്ലവർ, ഒരു 2 സ്പൂൺ പാലൊഴിച്ച് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് കട്ട കെട്ടാതെ ഒന്ന് കുറുക്കി എടുക്കാം. പാല് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് റവ ബോൾസ് ഇട്ട് കൊടുക്കുക. മൂപ്പിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുക. പഴവും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂട് മാറുമ്പോൾ തണുപ്പിച്ചോ അല്ലാതെ സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാകാൻ മറക്കല്ലേ.